തളപതി വിജയണ്ണനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത്രയും ബോറടിച്ച് കണ്ട വേറെ പടമില്ല, വിജയൻ്റെ പടമില്ല, വേറെ പടമുണ്ട്, പക്ഷേ വിജയ് സിനിമകളിൽ ഇങ്ങനെ ബോറടിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹത്തിനോട് ഒരു സിനിമയും കൂടെ ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫാൻസുണ്ട്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടി അങ്ങയുടെ ആക്ടിങ് കരിയർ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനിയും തിരിച്ചു വരാം, സമയം കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പടം ജനങ്ങൾക്ക് വേണ്ടി ഒരു പടം കൂടെ, ഒരു പ്യൂർ മൂവി ചെയ്തിട്ട്, ഇത് നല്ലൊരു മാസ് മൂവി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് നല്ലൊരു ആഘോഷിക്കാൻ പറ്റിയൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി ചെയ്തിട്ട് നമുക്ക് കരിയർ അവസാനിപ്പിക്കാതിരിക്കണമെന്നാണ് ആഗ്രഹം. എങ്കിലും ഒരു പടം ജനങ്ങൾക്ക് വേണ്ടി ഒരു പടം. ഈ പടം ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പടമല്ല. ഇതിനകത്ത് ഒരു കാര്യം പൊളിറ്റിക്കലിനെ കൊണ്ട് കുത്തിവെച്ചിരുന്ന പടം. ജനനായകൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയുടെ അവസാന ചിത്രം എന്ന് പറയപ്പെടുന്ന, അവസാനം അഭിനയിച്ച ചിത്രം എന്ന് പറയപ്പെടുന്ന ജനനായകൻ പടം എന്തിനാ സ്റ്റേ ചെയ്ത് വെച്ച് വിജയ് തന്നെ ചെയ്തതാണോ എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിജയ്ക്ക് വോട്ട് കിട്ടില്ല എന്ന് വിജയ്ക്ക് തോന്നിയിട്ടുണ്ടാവുമോ? സംശയമുണ്ട്. ബാലയുടെ ഭഗവത് കേസരി എന്ന് പറഞ്ഞ മൂവി, ബാലയുടെ ഭഗവത് കേസരി എന്ന മൂവി കണ്ടിട്ടുള്ളവർക്ക്, 2023 ഇറങ്ങിയ മൂവി കണ്ടിട്ടുള്ളവർക്ക് ഒരിക്കലും ഈ പടം വർക്കാവുമെന്ന് ഡൗട്ടുണ്ട്. തെലുങ്കിലെ എടുത്തു വെച്ചിരിക്കുന്ന ബാലയ്ക്ക് പറ്റിയൊരു കഥ, ബാലയ്ക്ക് പറ്റിയൊരു മേക്കിംഗ് രീതി, അത് തമിഴ്നാട്ടിൽ പ്ലേസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ആ കുറച്ച് ആഡ് ചെയ്ത് കേസ് ഇത് തന്നെ ആ കഥയിൽ നിന്ന് വേറെ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത് തന്നെ ഒട്ടും കൺവിൻസ്ഡ് അല്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറേ പൈസ പ്രൊഡ്യൂസറിൻ്റെ പൈസ കളയാൻ വേണ്ടി എടുത്ത പടമാണ്. പിന്നെ വിജയ് ആയതുകൊണ്ട് എന്തായാലും അത് തിരികെ കിട്ടുമായിരിക്കാം. മാർക്കറ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. വിജയുടെ അവസാന ചിത്രം എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വിജയൻ്റെ പടങ്ങളിൽ, തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളിൽ ഇങ്ങനെ ഒരു ബോറടിപ്പിക്കുന്ന രീതിയിൽ, മറ്റു സിനിമ ഭഗവത് കേസരി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ബോറടിപ്പിക്കുന്ന രീതിയിൽ ഒരു പടം അവസാന ചിത്രമായി പോയി കാണേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ എല്ലാവരും ചത്ത പോലെ ഇരിക്കുമായിരുന്നു. ഒരു ഇൻട്രോ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കും, ഭയങ്കര രസമായിരുന്നു. ഏത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് തളപതി ജോസഫ് വിജയ്. പടം തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് കുറേ ഒട്ടും മാച്ച്ഡ് ആയിട്ടില്ലാത്ത കുറേ സീൻസ് കുത്തിക്കയറ്റി വെക്കുന്നു. പാട്ടൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് ഒട്ടും രസമില്ലാത്ത രീതിയിലാണ് പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ. പാട്ട് മോശമെന്ന് ഞാൻ പറയുന്നില്ല, പാട്ട് കേൾക്കാം. മ്യൂസിക് അനിരുദ്ധ് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പടം കാണാൻ പറ്റില്ലായിരുന്നു. ഇതിൽ ഭഗവത് കേസരി ബാലയ്യ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് വിജയ് ഇതിനകത്ത് ഭയങ്കര മോശമായിട്ട് അഭിനയിച്ച പോലെയൊക്കെ തോന്നി. പുള്ളി എന്ത് പറ്റി ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത ചെയ്ത പോലെ. എല്ലാവരും അവസാന സിനിമയെന്ന് പറഞ്ഞ് കൊണ്ടുവച്ച പടം ഭയങ്കര ഇതായിപ്പോയി. അതുകൊണ്ട് ഒരു പടമെങ്കിലും ആരാധകർക്ക്, ഫാൻസിന്, അല്ലെങ്കിൽ വിജയ് ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു തിയേറ്ററിക്കൽ ഒരു സ്റ്റഫുള്ള ഏതെങ്കിലും ഒരു മൂവി ഒന്നുകൂടെ ചെയ്തിട്ട് മര്യാദയ്ക്ക് പോരെ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് മോശമായിരുന്നു. അത്രയ്ക്ക് മോശം എന്ന് പറഞ്ഞാൽ ഭഗവത് കേസരി കണ്ടത് കൊണ്ട് തന്നെ ബാലയെ ചെയ്തു വെച്ചേക്കുന്നൊരു ലെവലുണ്ട്. ആ ലെവലിൽ എന്തായാലും പുള്ളിക്ക് എത്താൻ പറ്റില്ല, വിജയ്ക്ക് എത്താൻ പറ്റില്ല. മാത്രമല്ല വിജയ് ഒരു ഡാൻസ്, ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് ഭാഗത്ത് കൊണ്ട് വെച്ചേക്കുന്ന ഡാൻസിൽ തന്നെ ഒട്ടും സുഖമില്ലാത്ത രീതി. വിജയ്ക്ക് സെൻറ്റർ കൊടുക്കേണ്ട പടവേ അല്ല ഇത്. എച്ച് വിനോദ് എന്താ ചെയ്ത് വെച്ചത് എനിക്കറിയില്ല. പുള്ളി എന്തിനാ ഇങ്ങനെ ഒരു പടം ചെയ്തേക്കുന്നു? ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വിജയ്, എനിക്ക് ഈ പടം ഇലക്ഷന് മുന്നെയാണ്, വോട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് പടം ഇറക്കിയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വിജയന് ഈ പടം കണ്ട ദേഷ്യത്തിൽ ചിലപ്പം മാറ്റിക്കുത്തും. അത്രയ്ക്ക് വേണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പടം ചെയ്യേണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പടം റിലീസാക്കാതെ അവിടെ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഒട്ടും സുഖമില്ലാത്ത രീതിയിലാണ് പാട്ടൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത്. കുറേ സീൻസ് കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇതിൽ മമിത ബൈജു മമിത ബൈജുവിൻ്റെ ലാസ്റ്റ് ഒരു ഫൈറ്റൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് സിനിമയിൽ ശ്രീലീലല്ലേ ഭഗവത് കേസരിയിൽ, ഭഗവത് കേസരിയിൽ ശ്രീലീല, ഇതിൽ വരുമ്പോൾ അമിത ബൈജു, മറ്റേതിനകത്ത് കാജൽ അഗർവാൾ, ഇതിൽ വരുമ്പോൾ പൂജ ഹെഗ്ഡെ.
അത് കുറച്ചും കൂടെ ഇത് തോന്നി. പിന്നെ ഇപ്പം ഇതിലൊരു വിജയൻ്റെ ഒരു ഫൈറ്റൊക്കെ ഇത് ചെയ്തിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഫൈറ്റ്, അത് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ബാലയ്യൻ്റെ സിനിമയിൽ ഫോറസ്റ്റ് ഫൈറ്റ് എല്ലാം സെറ്റാണ്. പക്ഷെ ബെറ്റർ സെറ്റായിട്ട് തോന്നിയത് ബാലയ്യൻ്റെ സിനിമ അല്ലേ, ഭഗവത് കേസരിയിലെ സെറ്റാണ്. സെയിം സംഭവം തന്നെയാണ് ഇപ്പുറത്തും കൊണ്ടിട്ടേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സെറ്റ് ആർട്ട് വർക്ക് വെറും മോശമായിരുന്നു. വീണ്ടും ഒരു ഫൈറ്റ് ഭഗവത് കേസരിയിലെ സെയിം ഫൈറ്റ് തന്നെ, ഇൻട്രോയിൽ ചെറിയ മാറ്റമുണ്ട്. അല്ലാതെ ഫൈറ്റ് നടത്തുന്ന ലൊക്കേഷൻ്റെ രീതിയിലായാലും എല്ലാം അത് ഈച്ചക്കോപ്പി അടിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് പുള്ളി എച്ച് വിനോദ് പറഞ്ഞേക്കുന്നത് ഇത് ഭാഗികമായ ഒരു കോപ്പിയാണെന്ന്. ഭാഗ്യമല്ല, ഫുള്ളായിട്ട് തന്നെ അത് കോപ്പി അടിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കുത്തിക്കറ്റുണ്ട്. വിജയ്ക്ക് ഒരു പ്യുവർ പൊളിറ്റിക്കൽ മൂവി ചെയ്തിട്ട് കരിയർ അവസാനിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ഒരു മാസ് ഒരു തുപ്പാക്കി സൈസ് അല്ലെങ്കിൽ കത്തി മൂവി, കത്തിയൊക്കെ ഈ സമയത്ത് കത്തിയൊക്കെ ഇറക്കുകയാണെങ്കിൽ, കത്തി ടൈപ്പ് ഒരു മൂവി ഇറക്കുകയാണെങ്കിൽ കത്തി കയറിയാണ്. അതിലൊരു അത്യാവശ്യം രാഷ്ട്രീയം പറയുന്നുണ്ട്, അതിൽ അത്യാവശ്യം മാസമുണ്ട്, അതിൽ അത്യാവശ്യം നല്ല സോങ്സ് ഉണ്ട്, നല്ല അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയുണ്ട്. ഇത് അവസാന സിനിമ നല്ല ആഘോഷിക്കാൻ വേണ്ടി പോയ രാത്രി പോയ 10:02 ഷോയ്ക്കാണ് പോയത്. ഇപ്പോൾ സമയം 2:30, അതായത് 1:35 പടം കഴിഞ്ഞിറങ്ങി വീട്ടിലെത്തി ഈ വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ അണ്ണ ഒരു പടം, നല്ല പടം ഒറ്റ ഒരെണ്ണം, ഒരു മാസ് പ്യുവർ പൊളിറ്റിക്കൽ മൂവി അല്ലെങ്കിൽ മാസ് മൂവി, ജസ്റ്റ് കത്തി ടൈപ്പോ മറ്റേ പോക്കിരി ടൈപ്പ് മറ്റേ മാസ് മസാല മൂവിയാണെങ്കിൽ അത് കത്തി ടൈപ്പ് ഒരു പൊളിറ്റിക്കൽ മാസ് പരിപാടിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ തുപ്പാക്കി. ഇതിലും എത്രയോ ഭേദമായിരുന്നു മേഴ്സൽ, വാരിസ്. ഇത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നല്ല സാധനമായിട്ട് നല്ലൊരു മൂവിയായിട്ട് തന്നെ തോന്നും. ഈ വാരിസൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത മൂവിയായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു തവണ എങ്ങനെയെങ്കിലും കണ്ടു തീർക്കാം. വീണ്ടും വേണമെങ്കിൽ അതിൻ്റെ ചില സീൻസെങ്കിലും എടുത്ത് കാണാം. ഇതെനിക്ക് തോന്നുന്നില്ല ഇത് രണ്ടാമത് കാണാൻ പറ്റുമെന്ന്. ഇത് ഇനി വിജയിൻ്റെ ഒരു നല്ല പടം കാണണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതെന്തായാലും ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഏതെങ്കിലും ഇതിന് മുന്നേ ചെയ്ത് വെച്ച പടങ്ങളൊക്കെയോ കാണാൻ സാധ്യതയുള്ളൂ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇതെ ഒന്നെങ്കിൽ കണ്ടു നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് കാണണമെന്നില്ല. ഭഗവത് കേസരി എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ ഇട്ട് കണ്ടാൽ മതി. അത് ബാലയെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിജയനെക്കളെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. വിജയ്ക്ക് വിജയൻ്റെ സ്വന്തമായിട്ടൊരു പടം ചെയ്യാമായിരുന്നു. അവർക്കും വിഷമം വരും. എന്തിനാണ് പടം ചെയ്തത്?